പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭാവികളായോട് കരുണ ചെയ്യുന്ന പരിശ്രമേ രാജ്യം വരണമേ. പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിച്ചറിയണമേ. രാജ്യശക്തി മാത്രം ഇപ്പോഴെപ്പോഴും മരണസമയത്തും സകലത്തിലും അതിവിശുദ്ധമായ ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്കായി ഒരുക്കുന്ന അതിവിശിഷ്ടമായ ദാനങ്ങളെ പ്രതി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ മാലാഖമാർ വന്ദിക്കുന്ന നിന്റെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പാപത്തിന്റെ ദാസനായ ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി ഭൂമിയിൽ മാലാഖമാരെ പോലെ നീതിയുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിപ്പാൻ നീ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. തിരുസഭയുടെ പ്രവേശിക്കുന്നതിന്റെ സന്യാസിന്മാരുടെ വാസത്തിനുമാണ് ഞങ്ങൾ ആസ്വദിക്കുന്ന ഈ സന്യാസിനി മന്ദിരത്തിന്റെ മേൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം അർപ്പിക്കും. ശരണം ലജ്ജിക്കരുതേ, ഞാൻ വഴികളോട് ഗർവം കാട്ടരുതേ.
യാചിക്കണം. കരുണയായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും മഹിമയും മഹർഷിയും മനശ്വരമായ കൃതിയും എല്ലാ നേരത്തും ഇടപെടാതെ സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. പരിശുദ്ധനും മഹാവിശുദ്ധാസനത്തെ വസിക്കുന്നവനും സുരക്തത്താലേ ലോകത്തെ വിശദീകരിച്ചവനുമായ കർത്താവിനെ സ്തുതി. ലോകരക്ഷയ്ക്കായി തിരുസഭ സ്ഥാപിക്കുന്നതിന്റെ ശുശ്രൂഷകളെ ബലപ്പെടുത്താനായി ആചാര്യന്മാരെയും ദേറായക്കാരെയും കന്യാവ്രതക്കാരെയും തിരഞ്ഞെടുത്ത് പ്രതിഷ്ഠിച്ച ദൈവമായ കർത്താവേ, ദാസന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഇവിടുത്തെ തിരുനാമത്തിനും തിരുസഭയുടെ വീഴ്ചയ്ക്കുമായി ഈ സന്യാസിനെ മന്ദിരം ആസ്വദിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. മറയ്ക്കുമോ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും യാചനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ആബേലിന്റെ ആധിപത്യം നീ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ ധൂപം നീ സ്വീകരിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഈ സന്യാസി മന്ദിരത്തിനു വേണ്ടി ഇതിൽ വസിക്കുന്നവർക്ക് വേണ്ടിയും കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എളിയവരാ ഞങ്ങളുടെ മധ്യസ്ഥയാൽ ഈ സന്യാസിനി മന്ദിരത്തെ നീ ആശീർവദിക്കണമേ. നിന്റെ മണവാട്ടികളായ സന്യാസിനിമാർ വിശ്രമിക്കുന്നതിനും സംരക്ഷിതരാകുന്നതിനും ഈ ഭവനം നീ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. ഇവിടെ വസിക്കുന്ന നിന്റെ മണവാട്ടികൾ സുഹൃത്തിലും വിശുദ്ധിയിലും പരിപൂർണരും നിന്നോടുള്ള സ്നേഹത്തിൽ തീഷ്ണവതികളുമായി ഭവിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തികളെയും ഇവർ കീഴ്പ്പെടുത്തുമാറാകട്ടെ. സന്യാസപരമായ സുഹൃത നടപടികൾ കൊണ്ടായി ഇവരെ അലങ്കരിക്കണമേ. യഥാർത്ഥ വിശ്വാസമാകുന്ന അടിസ്ഥാന പാറമേൽ ഇവരുടെ അന്തരംഗത്തെ ഉറപ്പിക്കണമേ. തികഞ്ഞതും പരിപൂർണവുമായ സ്നേഹത്തിന്മേൽ ഇവരുടെ ജീവിതത്തെ സ്ഥാപിക്കണമേ. ദൈവമായ കർത്താവേ, ക്ഷമാശീലവും പരസ്പര സ്നേഹവും നിന്റെ കൽപ്പനകൾക്ക് ഉത്തമമായ അനുസരണവും സുഹൃതങ്ങൾ പാലിക്കുന്നതിൽ ശ്ലാഘനീയമായ ഉത്സാഹവും ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സ്വർഗീയ മണവാള, നീ എഴുന്നള്ളി വരുമ്പോൾ ജാഗരൂകതയോടെ വരുന്നതിന് മുമ്പാകെ കത്തുന്ന വിളക്ക് വഹിച്ചിരിക്കുന്നവരായ നിന്നെ എതിരേൽപ്പാൻ എപ്പോഴും ഇവർക്ക് സന്നദ്ധിയാക്കണമേ. ഈ ഭവനത്തിലെ സഹവാസം ഇവർക്ക് പ്രാർത്ഥനയ്ക്കും പുണ്യങ്ങളുള്ള വളർച്ചയ്ക്കും നിദാനമായി തീരണമേ. ഈ ഭവനത്തിൽ വസിക്കുന്നവർക്കും ഇവിടെ വന്നു പോകുന്നവർക്കും നിന്റെ സമാധാനവും കൃപയും നൽകണമേ. ഈ മന്ദിരത്തിന്റെ പണികൾ സഹകരിച്ച എല്ലാവരെയും നീ ആശീർവദിക്കണമേ. ഈ മന്ദിരത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളും ശുശ്രൂഷകളും തിരുനാമകൃതയാക്കി തീർക്കണമേ. നസ്രത്തിലെ നിന്റെ ഭവനം പോലെ പ്രാർത്ഥനയും സ്നേഹവും ത്യാഗവും നിറഞ്ഞ ദൈവഭവനമാക്കി ഇതിനെ മാറ്റണമേ. ഭാവികളിൽ കനിവടവനും മനതാളുകളിൽ പ്രീതിപ്പെടുന്നതിനുമായ കർത്താവേ, ഞങ്ങളിൽ ദൈവവും ഞങ്ങളുടെ ധൂപവും പ്രാർത്ഥനകളും സ്വീകരിച്ച് ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും വിശ്വാസികളായ പലർക്ക് പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വചനമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന്
ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധാമത്തായ ശ്ലീഹായ സുവിശേഷത്തിലുണ്ട്. മാറ്റപ്പെടാനാവുന്നു രക്ഷിക്കായവരേശ്വരസ്തുതികളും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ ശിവശിഹായുടെ വികലാംഗ ജീവിതകാലത്തെ പ്രകാരം അരുളി ചെയ്തു. അങ്ങനെ പറയുന്നു. വിളക്കമെടുത്ത് മണവാളിനെതിരെ നിൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമാകുന്നു. അവരിൽ 5 പേർ വിവേകാശൂന്യരും 5 പേർ വിവേകാവതികളുമായിരുന്നു. വിവേകാശൂന്യങ്ങൾ വിളക്ക് എടുത്തപ്പോൾ എണ്ണാകരുന്നില്ല. വിവേകാവതികളാകട്ടെ വിളക്കുകളൊപ്പം പാത്രങ്ങളിൽ എണ്ണയെടുത്തിരുന്നു. മണവാളൻ വരാൻ ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നിറങ്ങി. അർദ്ധരാത്രി മണവാളൻ പുറത്തു വന്നവരെ എതിരേൽക്ക് വരുന്ന തുളിയുണ്ടായി. ആ കന്യകമാരിൽ ഉണർന്ന വിളക്കുകൾ തെളിച്ച് വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞ് പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടിയായി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാനും എന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിരുന്നവരാണ്ടത്തെ വിരുന്നിനകത്തെ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റേ കന്യകമാർ വന്ന കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുകയും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല എന്ന് ഞാൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. നിങ്ങളുടെ യാത്രയും യാചന കേട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണമേ. ഗോടമുറിയിൽ പ്രാർത്ഥിപ്പതിലാണീശൻ സംപ്രീതൻ. ആരമതിനാലല്ല ശിഷ്ടം നേടിയതോ നിത്യം. പ്രാർത്ഥന മൂലം സൗമ്യൻ മോശ സമുദ്രം ഭാഗിച്ചു. തരണം ചെയ്തു ദുഷ്ടൻ ഫറവോൻ മുങ്ങിപ്പോ. ദാവീദിൻ പ്രാർത്ഥന കേട്ടീശൻ ആർദ്രത തോന്നി. പാപം മോദിച്ചേകി വീണ്ടും പ്രവചനശക്തി. ആദ്യത്തി ചൂടയിൽ വച്ചപ്പോൾ തീജ്വാലയിൽ നിന്നവരെ ദൈവം സംരക്ഷണ ചെയ്തു. ദേവായിന്നിൽ ഭ്രമമേറ്റേടും കാര്യങ്ങൾ ചാവിൻ നാഴികയായ ആസനവും നരകവുമേ. സുഹൃന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്ന ദൈവാദിദൈവം വൃത്താധികർത്താമേ. ദുരിതാസനായ ഞാൻ ബലഹീനനും പാപിയോഗ്യന്റെ അപേക്ഷ കൈക്കൊള്ളണമേ. അനുഗ്രഹം നൽകിക്കുന്നവനും കരുണാസമ്പന്നനും തന്റെ സൃഷ്ടിയോടെ സർവ്വതാനുഗ്രഹമുള്ളവനുമായ കർത്താവേ, എന്റെ കൃപയാലേ സന്യാസിനി പ്രവചിക്കുന്നില്ലാതെന്നും രോഗലമായ ശിഷ്യകളും പലതരായ രോഗങ്ങളും മുഖാമാരിയും സങ്കടകരമായ നാശനഷ്ടങ്ങളും ദുഷ്ടന്റെ ഉപദ്രവങ്ങളെ തടയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യാവിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളിൽ കരുണയും ദൈവം ഉണ്ടാകുമാറാകണമേ. തിരുവാൻ വേണ്ടി ഈ പിതാവിന്റെയും തന്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവിന്റെയും തന്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ
ഈ സന്യാസ ഭവനം ആസ്വദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. തളിക്കണമേ, ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയുമായി നൽകണമേ. നിന്റെ തിരുവൻപിൽ തന്നെ തലകളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. ആത്മാവിനെ താങ്ങമാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ ഇതിന് വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ ദൈവമേ, രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിക്കണമേ. എന്റെ നാമനിന്റെ നീതിയെ സ്തുതിക്കും. എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എന്റെ നാൾബലികളിൽ നീട്ടപ്പെട്ടില്ല, ബലികളിൽ തീരപ്പെട്ടുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നൽകിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഖിവരോട് നന്മ ചെയ്യണമേ. ശ്രീമികമുതലുകൾ പണിയണമേ. അപ്പോൾ ബലികളിലും ഇഷ്ടപ്പെടും. ബലിപീഠത്തിൽ ആളുകൾ ബലിയായി കരയണം. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. ഇപ്പോൾ ഈ സന്യാസ ഭവനത്തിന്റെ ക്രോണോസ് ആശ്രമിച്ച് ശുദ്ധീകരിക്കപ്പെടുകയാണ്. നീ ഞങ്ങൾക്ക് ശക്തിയാത്ത തിരിച്ചുവാസങ്ങളും ശരീരങ്ങളുടെ ദർശനത്തിലും നിന്റെ ദിവ്യകർത്തനങ്ങളുടെ അവനോടും സർവ്വത്തിലും പരിശുദ്ധം നൽകപ്പെടുന്നവരെ ജീവൻ നൽകുന്നതാകുന്ന പരിശുദ്ധർക്കായിട്ടും കൂടെ നിനക്ക് സ്ത്രീഗൃഹമാനാധിപത്യവും ഇപ്പോഴും എല്ലാ സമയത്തും പിതാവിന്റെയും തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇതിന്മേൽ ദൈവിക കൃപാനുകൾ രഹസ്യങ്ങളുതായ യാഗങ്ങളും കരയേറ്റുവാൻ തക്കവണ്ണം ഈ മേശ വരയ്ക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും മുദ്രകുത്തപ്പെടുകയും ശരീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവിക കൃപാനുകളും രഹസ്യത്തിനടുത്തായ ഈ മേശ വലിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും മുദ്രകുത്തപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ മേശ വരയ്ക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും മുദ്രകുത്തപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നു.
ബഹുമാനിക്കുന്ന വിശുദ്ധാത്മത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രവയ്ക്കും വീഴ്ചയ്ക്കും വിശുദ്ധ സഭയുടെ നിരപ്പിനും പണിക്കുമായിട്ട് ഈ തിരുവസ്ത്രങ്ങൾ ആശ്രദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ആരാധനയ്ക്കുമായിട്ട് പണിയപ്പെട്ടിരിക്കുന്ന ഈ സന്യാസ ഭവനത്തിൽ നിന്റെ കൃപ വസിക്കണമേ. സത്യമുള്ള ഞങ്ങളുടെ മിശികാതമ്പരാനെ ഞങ്ങൾ നിന്റെ പരിശുദ്ധ രൂപമായിട്ട് മുഖാലയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മീകമായ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ക്രിസ്തുവാഴ്ച ഗുണപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ സിംഹാസനപ്പെട്ട് അംഗീകരിക്കപ്പെട്ടതായി തീരണമേ. ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന്റെ ദൈവമായ കരുണയിൽ പാട്ടുകളുടെ ആലയത്തോട് അനുബന്ധിച്ച് നമുക്ക് നവകരമായ ഒരു സന്യാസ ഭവനം ധരിച്ചിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഈ സന്യാസ ഭവനം ഇവിടെ ആരംഭിക്കുവാനും ഇതിന്റെ പണികളെ പൂർത്തീകരിക്കുവാനും അതിന് ആരാധനാപരവും സംസ്കരവുമായ എല്ലാ ശുശ്രൂഷകളും ക്രമീകരിക്കുവാനും നേതൃത്വം നൽകിയ മദർ റോസ് ഫ്രാൻസിനെയും ടീമംഗങ്ങളെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും ഈ പണിയിലെ പങ്കാളികളായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരു സന്യാസ ഭവനം ഒരു സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട് പ്രവർത്തനം ആരംഭിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിന് ദൈവികമായ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു നമുക്കറിയാം. നമ്മുടെ ഈ കൊദാശിയുടെ പ്രാർത്ഥനയുടെ ശുഭ്രായിരുന്നു വായിച്ചതുപോലെ ഇതൊരു പ്രാർത്ഥനാലയമാണ്, ആരാധനാലയമാണ്. ഇവിടെ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയും ആരാധനയും ത്യാഗവും കൊണ്ട് ഈ സമൂഹം മുഴുവൻ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ കൃപ നിറഞ്ഞതായി തീർക്കുക എന്നുള്ളതാണ് ഈ സന്യാസ ഭവനത്തിൻ്റെ പ്രഥമവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. സന്യാസത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ അർപ്പിച്ചു. സന്യാസിമാർ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ ഭവനത്തിലെ ജീവിക്കുന്ന എല്ലാ സന്യാസിമാരും കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവ അനുഭവത്തിൽ മറ്റുള്ളവർക്ക് സാക്ഷികളായി മാറുക എന്നതാണ് ഇവിടെ പ്രവർത്തിക്കുന്നവരുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയും. ഈ സന്യാസ ഭവനത്തിലെ കടന്നു വരുന്ന എല്ലാവർക്കും കർത്താവിന്റെ സ്നേഹവും കരുണയും ശുശ്രൂഷയും ലഭിക്കുവാനായി നമ്മളെല്ലാവരും പ്രത്യേകമായിട്ട് നിയോഗപ്പെട്ടിരിക്കുന്നതും
സന്യാസാപകത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് മക്കൾ സന്യാസിനി സമൂഹത്തിന്റെ ഒരു ഭവനം ഇവിടെ നിർമ്മിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കുന്നുണ്ടായിരുമ്പോൾ മേരി മക്കൾ സന്യാസിനി സമൂഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും പ്രത്യേക കരിസവും കാത്ത് സൂക്ഷിക്കുവാനും അതിൻ്റെ നന്മകൾ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുവാനുമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. മേരി മക്കൾ സന്യാസിനി സമൂഹത്തിന് ദൈവികമായ നേതൃത്വം നൽകിയ ജോസഫ് പിണായനും മദർ മേരിയും ഏറ്റെടുത്തതായിട്ടുള്ള ഒരു പ്രേക്ഷിത ശുശ്രൂഷയും ദൈവിക സമർപ്പണവും അനുസ്മരിച്ചുകൊണ്ട് ആ ശുശ്രൂഷയുടെ മഹത്വം ഈ ഭവനമണിയായ എല്ലാവരും തിരിച്ചറിയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകണം. മദർ മേരി പൊങ്ങമോട് കോൺവെന്റില് ആയിരുന്ന അവസരത്തില് ഞങ്ങൾ എപ്പോഴും പോയി കാണുമായിരുന്നു. രോഗിയായിരുന്ന അവസരത്തില് പോവുകയും കാണുകയും ചെയ്ത അവസരത്തില് മദർ പറഞ്ഞ ഒരു കാര്യം ഞാൻ അനുസ്മരിക്കുകയാണ്. ഞാൻ എനിക്കറിയാൻ ചോദിച്ചു മദറെ ശേഷം മദർ പറഞ്ഞ ദൈവം കൂടെയുണ്ട്. വിശേഷം അതാണ്, ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ്. എല്ലാ പുരോഗതികളുടെയും സന്യാസികളുടെയും ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടി ആയിരിക്കണമെന്നുള്ളത്. ദൈവം കൂടെയുള്ളപ്പോൾ ഈ ലോകത്തിലായിരുന്ന നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് ദൈവത്തോടു കൂടി ആകുവാൻ മരണം കാത്തിരിക്കുന്നതായിട്ടും എനിക്ക് തോന്നി. ഒരു സന്യാസ ജീവിതത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നതിൽ തന്നെയും ഇതിനെല്ലാം അതിജീവിക്കുവാനായിട്ട് സാധ്യമാകുന്നത് ഈ സ്ഥാപക വ്യക്തികൾ നൽകുന്നതായ ഒരു സാക്ഷ്യത്തിൻ്റെയും കൃത്യത്തിൻ്റെ അടയാളമാണ്. പല സന്ദർഭങ്ങളിലും മേരി മക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ വിശേഷ ദിവസങ്ങളൊക്കെ പങ്കെടുത്ത് കുഴിഞ്ഞാലച്ചനെ പറ്റിയും മദർ മേരിയെ പറ്റിയും ചിലപ്പോഴൊക്കെ സാക്ഷിക്കാറുണ്ട്. കുഴിഞ്ഞാലച്ചന് ഇപ്പോഴും ഇരവരുടെ മുന്നിൽ ഒരു തകർന്നു പൊളിഞ്ഞ അംബാസഡർ കാറുമായി അവിടെ വരച്ച് ഇവിടെ വരച്ചൊക്കെ ഒരു കാറുമായി വെള്ളവസ്ത്രം വിഷ്ണുവോട് നടന്ന് കാവ്യവസ്ത്രമാക്കി പൊടി പിടിച്ച് അവിടെ നിൽക്കുന്ന ഒരു ചിത്രവും എൻ്റെ മനസ്സിലുണ്ട്. മിഷൻ പ്രദേശം മുഴുവൻ നടന്ന് അവിടെയുള്ള മിഷനറി പ്രവർത്തനം, പ്രത്യേകിച്ച് നൂറ്റാണ്ട് കേന്ദ്രീകരിച്ചൊക്കെ നടത്തിയ മിഷനറി പ്രവർത്തനം മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലെ 2 പ്രാവശ്യം അവിടെ തന്നെ വന്ന പിതാവിനെ കൊണ്ട് മിഷനുകൾക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങൾ വാങ്ങിച്ച്. പക്ഷേ അദ്ദേഹം ആദ്യഘട്ട അവസരത്തിലും പിന്നീടുള്ള എല്ലാ അവസരത്തിലും നല്ലൊരു കുപ്പായം പോലും വിടാനില്ല. അന്വേഷിച്ചില്ല ഒരു വലിയ കുപ്പായിട്ട് നല്ല കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പഴയ അംബാസഡർ കാറുമായിട്ട് സാമ്പര്യമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ജീവിച്ച മിഷണറി വൈദികൻ ജോസഫ് കുഞ്ഞാലച്ചൻ, പ്രാർത്ഥനയിൽ ദൈവത്തോടു കൂടിയായിരുന്ന മദർ മേരി, ഇവരെ നൽകിയ ഒരു വലിയ സാക്ഷ്യം നമ്മുടെ ഈ മേരി മക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ ഫൗണ്ടേഷനാണ്, അടിസ്ഥാനമാണ് എന്ന് നിങ്ങൾക്കറിയാം. ഈ പാട്ടറയിൽ പ്രദേശം എന്ന് പറയുന്നത് 2 സംസ്ഥാനങ്ങളെ യോജിപ്പിക്കുന്ന പ്രദേശമാണ്. കേരളവും തമിഴ്നാടാണ് ഒന്നിച്ച് ചേരുന്ന ഒരു പ്രദേശമാണ്. വ്യത്യാസപ്പെട്ട സംസ്കാരങ്ങൾ, ഭാഷകൾ, വ്യക്തികൾ ഒക്കെ കടന്നു വരുന്നതായ ഒരു സ്ഥലമാണ്. ഇതിലൂടെ കടന്നു വരുന്ന എല്ലാവർക്കും ഈ മഹാത്മാക്കളുടെ കുഞ്ഞാലച്ചൻ്റെയും മേരിമക്കളുടെയും മേരിമക്കൾ സന്യാസ സമൂഹത്തെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ജീവിത സാക്ഷ്യങ്ങളും കൊടുക്കുന്ന നല്ല ഒരു ഭവനമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഉയരുന്നതായ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളെല്ലാം
ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. മനുഷ്യരുടെ പ്രതിസന്ധികളുണ്ട്. അതിനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളുടെ പ്രതിസന്ധികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നമ്മളുടെ വിദേശ മിഷനുകളിലെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ ചോദിച്ചു, നമ്മൾ എങ്ങനെയാണ് ഇതിനൊക്കെ അതിജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, കള്ളന്മാർ വന്നാലും വന്യമൃഗം വന്നാലും ഒക്കെ ഞങ്ങൾ ജന്മാല ചെയ്തിക്കൊണ്ട് പോകുന്നത്. ജന്മാല കാണുമ്പോൾ ആനയ്ക്കും കടുവായ്ക്കൊക്കെ പേടിയാണെന്ന് പറയുന്നത്. വിദേശ നാടുകൾ ഇവിടെയും അത് ചൊല്ലിയാൽ പേടിച്ച് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വലിയൊരു ആശ്രയം ഇവിടെ പല രീതിയിലുള്ള ആശ്രമങ്ങളും വെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം നമുക്ക് മാറ്റി മറിച്ചെടുക്കുവാൻ സാധ്യമാകുന്നത് ദൈവത്തിലുള്ള പ്രത്യാശയും പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അവർ നല്ല ദൗത്യം പൂർത്തിയാക്കുവാൻ ഈ പ്രദേശത്തെ ജനങ്ങൾക്കെല്ലാം അതിൻ്റെ നന്മകൾ അറിയിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ വഴിയിലൂടെ കടന്നു വരുന്ന ദൈവജനത്തിനെല്ലാം നന്മകൾ ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സന്യാസാത്മകനും ഇവിടെ പ്രദാശനം ചെയ്യുമ്പോൾ അന്ന് ഈ ഒരു പ്രോവിൻസിൻ്റെ മാർത്താട് പ്രോവിൻസിൻ്റെ അസിസ്റ്റൻ്റ് മദറായിരുന്ന റോസ് ഫ്രാൻസിസ് ആണ് ഇപ്പോൾ മദറായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദറും അതിൻ്റെ ഇപ്പോഴത്തെ ടീമംഗങ്ങളെല്ലാം ഇത് എല്ലാ രീതിയിൽ പണിത ഉയർത്തി സമർപ്പിക്കാൻ മദറിക്കാണെന്നെ വിളിക്കുമ്പോൾ എനിക്കറിയാം. അടുത്തൊരു കാര്യം പറയാനും കാര്യം പറയാനാണ് എന്നൊക്കെ അങ്ങനെ വളരെ നല്ല രീതിയിൽ ഇത് പ്രദാശയിൽ ഇവിടെ സമർപ്പിക്കുവാൻ ഇടയായ രീതിയിൽ മദർ നൽകിയ വലിയ നേതൃത്വത്തിനും പ്രോത്സാഹനത്തിനും പ്രത്യേകിച്ച് പ്രത്യേക 20 പേരിൽ ഞാൻ പ്രത്യേകമായ ആശംസകൾ നൽകുകയും നന്ദി പറയുകയും ചെയ്യാണ്. നമ്മുടെ എല്ലാവരുടെയും പേര് മദറിനെ നമ്മളെ പ്രത്യേകമായിട്ട് ആദരിക്കുകയും നമ്മളുടെ സ്നേഹം അറിയിക്കുകയും ചെയ്യുകയാണ്. നമ്മളുടെ ഈ ഒരു മഠത്തിൻ്റെ ആലോചന നടക്കുന്ന അവസരത്തിൽ ഒന്നായിരുന്നത് പ്രിയപ്പെട്ട അനില ക്രിസ്ത്യമ്മയാണ്. അനില ക്രിസ്ത്യമ്മയോട് വ്യക്തിപരമായ ഒരുപാട് കടപ്പാടുള്ള ഒരാളാണ് ഞാൻ. അമേരിക്കയിലൊക്കെ ആയിരുന്ന അവസരത്തിൽ പിന്നീടുള്ള അവസരത്തിലൂടെ ആയിരുന്നപ്പോഴൊക്കെ എല്ലാ ക്രിസ്ത്യമ്മയുടെ നല്ല ശുശ്രൂഷ നേതൃത്വം നമുക്കെല്ലാവർക്കും ആദരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും തീരുമാനമെടുക്കുന്ന അവസരത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അല്ലെങ്കിൽ അത് മറന്നു പോകുന്ന പ്രോസസ്സാണ്. തീരുമാനം ഒറ്റയ്ക്കൊക്കെ എടുക്കുന്ന എല്ലാവരോടും ആലോചിച്ച് ചിന്തിച്ച് arriving at a decision and implementing a decision is different. മറ്റേ കൗൺസിലേഷൻ കൂട്ടിക്കൊണ്ട് വന്ന് കാര്യങ്ങളൊക്കെ കണ്ട് ഇതാണ് നല്ല സ്ഥലമെന്ന് പറഞ്ഞ് ഇവിടെ ഫിക്സ് ചെയ്ത് പോവുകയും ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ തീരുമാനവും അതിനുബന്ധമായ ശുശ്രൂഷകളും അതിനെ വേണ്ടതായ മറ്റുള്ളതൊക്കെ കാര്യം നൽകിയ മദറിനെ പ്രത്യേകമായി വിളിക്കുകയും മദറിനെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി സ്നേഹമ്പോൾ ഞാനിവിടെ അറിയിക്കുകയും ചെയ്യുകയാണ്. വലിയൊരു മഴയുടെ യാഥാർത്ഥ്യമാകുവാൻ ഇടയാക്കിയ ജീവങ്ങളുണ്ട്. അത് നമ്മളെ അനുസ്മരിക്കുമ്പോൾ അവരെ കൂടി കൂട്ടിച്ചേർത്താണ് പ്രത്യേകമായിട്ട് നമ്മുടെ അറിയിക്കുന്നത്. സെക്രട്ടറി കൗൺസിൽ കൗൺസിലങ്ങളെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയും ചിന്തയിലുമുണ്ടെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഇവിടെ നമ്മളുടെ ഈ ഗവൺമെന്റിന്റെ സുപ്പീരിയർ തെരേസയാണ്. സിസ്റ്റർ ഇവിടെ ഒരു സിസ്റ്റർ മാത്രമല്ല, നല്ലൊരു എഞ്ചിനീയറുടെ എഞ്ചിനീയറുടെ തോറ്റു പോകുന്ന രീതിയിൽ ഇവിടെയുള്ള പ്രതിസന്ധികളെയൊക്കെ വളരെ ഭംഗിയായിട്ട് തരണം ചെയ്ത് ഓരോ സമയത്തും പറയാവുന്ന ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മളറിയാത്ത അൺഫോർസീനായിട്ടുള്ള വെല്ലുവിളികളുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അതിനെയൊക്കെ വളരെ തന്മയത്തോടുകൂടി ചിരിച്ച തമാശകളൊക്കെ പൂർത്തീകരിച്ച് വളരെ മനോഹരമായ
ഒരു കെട്ടിട ഇവിടെ പ്രത്യേകിക്കുവാൻ നേതൃത്വം നൽകിയ മദറിനെ പ്രത്യേകമായിട്ട് അനുവാദിക്കുകയും നമ്മുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. മദറിന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ വലിയ സമ്മാനവും നൽകി. പണിക്കാരുണ്ട്, ഇദ്ദേഹത്തില് നമ്മുടെ കൂട്ടായ്മയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഈ ഒരു ഉദവിയുടെ വ്യാധി എന്നുള്ള നിലയിൽ പോകാനായിട്ടാണ് ഇൻസിഡന്റ് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഭാഗമായതോട് പ്രത്യേകിച്ച് എന്താണ് പൊന്നാടി കൊടുക്കുന്നത് നന്ദി അറിയിക്കുകയാണ്. ഇൻസിഡൻസിന് നമ്മുടെ യുവതയും വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു പുരോഗമനാണ്. നമ്മുടെ കോളേജിന്റെ ലോക്കൽ മാനേജറായിരുന്നു. ഇവിടെ സെക്യുലർ എഡ്യൂക്കേഷൻ കോളേജിന്റെ മാനേജർ പ്രസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ യുവതയുടെ മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നു. അതിനോടൊപ്പം ഈ ദേവാലയത്തിലെ കാര്യമായിരുന്നു ഇതിന് വേണ്ട നേതൃത്വവും ആലോചനയൊക്കെ നൽകി അനുസരിച്ചിനോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. ഇതിന്റെ പണിക്കാരോടൊപ്പം നമ്മുടെ സഹോദരൻ ജെയിംസ് എന്നെ കൂടെ ഓർക്കുന്നില്ല. അവരെ പ്രിയപ്പെട്ട ജെയിംസിനോടും കോൺട്രാക്ടർ ആൻഡ് എഞ്ചിനീയർ അതുപോലെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരോടും പല രീതിയിൽ സാന്നിധ്യം കൊണ്ട് സഹായം കൊണ്ട് സഹായിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള പള്ളിയിലെ മാനേജ്മാരെ കൂടിയുണ്ട്. നമ്മുടെ യുവതയുടെ ജനറലിസ്റ്റുമാരുണ്ട്, ചാൻസലർ പ്രസിഡന്റ്, പ്രസിഡന്റ്, അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ പല സമയങ്ങളിൽ വന്നിട്ടുള്ളവർ കാണും. എല്ലാവരെയും പ്രത്യേകം പ്രത്യേകിച്ച് മാപ്പാടത്തു നിന്ന് വന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഒക്കെ എനിക്കറിയില്ല എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. മാപ്പാടത്തെ പ്രൊഫഷനോട് പ്രത്യേക നന്ദി പറയുന്നു. അവിടെ പിതാവിനെ അതുപോലെ തന്നെ അവിടെയുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരെയും നമ്മുടെ ഇടവക കൂട്ടായ്മയ്ക്ക് ഒരു അനുഗ്രഹമാണ് സിസ്റ്റേഴ്സിന്റെ താമസം. ഇടവകയിലെ ട്രസ്റ്റി കമ്മിറ്റിയാണ് ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ കുടുംബങ്ങളും ഈ പൊതു സമൂഹത്തിലുള്ളവർ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ എല്ലാം കൂട്ടായ്മയും പ്രോത്സാഹനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാർത്ത പ്രസിദ്ധീകരിക്കുന്നു. സ്നേഹ അഭിവൃദ്ധി പിതാവെ, ബഹുമാനപ്പെട്ട വിദ്യച്ച, സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദര സഹോദരങ്ങളെ, നന്ദിയുടെ ഒരു വാക്ക്. ഒത്തിരി സന്തോഷത്തോടും ആത്മസംതൃപ്തിയോടും ആനന്ദത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇങ്ങനെ മാർത്താണ്ഡം രൂപതയിൽ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സിന് ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരവസരം എങ്ങനെയുണ്ടായി എന്ന് നമുക്ക് ചിന്തിക്കാം, അറിയാം. അതായത് ബത്തേരി രൂപതയിലെ മലങ്കര കത്തോലിക്ക സഭയുടെ ഒരു ഭാഗമായി തമിഴ് സ്പീക്കിംഗ് മക്കൾ നമുക്കുണ്ട്. ആ മക്കളുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ശുഷ്കാന്തിയോടെ നമ്മുടെ അഭിനയ പിതാവ് അവരെ നയിക്കുവാനായിട്ട് തമിഴ് സ്പീക്കിംഗ് സിസ്റ്റേഴ്സ് വേണമെന്ന് പിതാവിന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചപ്പോൾ പിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ പിതാവിന്റെ ക്ഷണപ്രകാരം ഈ അടുത്ത കാലത്ത് 2022 ഇവിടെ കടന്നു വരികയും പിതാവ് ഈ വാടക വീടല്ല പള്ളിയുടെ കെട്ടിടത്തിൽ ആശ്രയിച്ച് നൽകുകയും ചെയ്തു. അതാണ് പിതാവ് പറഞ്ഞത്. പിതാവ് പറഞ്ഞത് നമ്മുടെ മദർ അനില ക്രിസ്റ്റി ആയിരുന്നു അന്ന് പ്രൊവിൻഷ്യൽ. അങ്ങനെ 3 വർഷക്കാലം നമ്മൾ ഇവിടെ ഈ പള്ളിയുടെ കെട്ടിടത്തിൽ താമസിച്ചു. ഇന്ന് മനോഹരമായ ഒരു ഭവനം ഇവിടെ ആവാൻ ഇടയായത് പിതാവിന്റെ പ്രാർത്ഥനയും സഹകരണവും. പിതാവ് തന്നെ ഞങ്ങൾക്ക് പ്രോജക്റ്റ് എഴുതി തരുവാനൊക്കെ സഹായിച്ച് അങ്ങനെ ഈ ഒരു ഭവനം ഇന്നിവിടെ ഉണ്ടായിരിക്കുകയാണ്. നിങ്ങളുടെയും സിസ്റ്റേഴ്സ് എല്ലാവരും ഒത്തിരി സന്തോഷമാണ്. പിതാവിന്റെ സ്നേഹത്തോടെ, ഒരു അപ്പച്ചന്റെ സ്നേഹത്തോടെ ഞങ്ങളെ കാണുകയും എപ്പോഴും അന്വേഷിക്കുകയും, പ്രത്യേകിച്ച് ഇവിടെയുള്ള സിസ്റ്റേഴ്സിനെ ഒരു 3 പേര് ഈ നാളുകൾ കടന്നുപോയി. സുദീപ്തി ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പോഴുള്ള സെലീന തെരേസ, സുസലീസ, മേരി, എപ്പോഴും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും എല്ലാ
കാര്യങ്ങളിലും ഒരു പ്രത്യേക കരുതലും സ്നേഹവും നൽകി പിതാവ് ഞങ്ങളെ വളർത്തുകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഇന്നലെയും എല്ലാം ഫോണിലൂടെ സംസാരിക്കുകയുണ്ടായി. ഇന്ന് ഇവിടെ കൃത്യസമയത്ത് കടന്നു വരികയും ആത്മീയമായ ഈ ഒരു ആശീർവാദകരണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. പിതാവിൻ്റെ ആശംസ പ്രസംഗത്തിനും ഞങ്ങളെ വാഴ്ത്തിയതിനും എല്ലാത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദനം പറഞ്ഞു. വലിയ ബഹുമാനപ്പെട്ട വിദ്യച്ചൻ ജേക്കബ് ഓലിക്കച്ചൻ ഇവിടെയുണ്ട്. അച്ഛനും ഞാൻ വിദൂരത്തിൽ നിന്നാണെങ്കിലും മാർത്താണ്ഡത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല എങ്കിലും ഫോണിൽ കൂടെയാണല്ലോ നമ്മുടെ സംഭാഷണം. അച്ഛൻ വിളിച്ച ഉടനെ ഞാൻ തീർച്ചയായും വരുമെന്ന് പറയുകയും ഇടയ്ക്കിടെ ഇവിടെ വന്ന് ഈ ഭവനം കടന്നുകൊണ്ടിരുന്ന സമയത്തും വന്ന് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഒരിക്കൽ അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. പെരിയ ബഹുമാനപ്പെട്ട വികാരന്റെ ഫാദർ സെബാസ്റ്റ്യൻ അച്ഛൻ ഇവിടെ വന്നിട്ട് പോയി. അച്ഛൻ എന്തോ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് അച്ഛനും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട ചാൻസലർ അച്ഛൻ, ബഹുമാനപ്പെട്ട പ്രൊക്യുറേറ്റർ അച്ഛൻ ഇവിടെ ഉണ്ട്. അവരും ഇടയ്ക്കിടെ ഇവിടെ വന്ന് അന്വേഷിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക. അങ്ങനെ വളരെ സ്വന്തം എന്ന ഭവനം പോലെ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രൊക്യുറേറ്റർ അച്ഛനും ചാൻസലർ അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. അതോടെ കോർപ്പസ് അച്ഛൻ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട മാത്യു അമ്മക്കുഴി അച്ഛനുണ്ട്. അതുപോലെ ഈ ഭവനം തുടങ്ങിയപ്പോൾ ഇതിന്റെ ആ ബാലാധിഷ്ഠിതകളിൽ ഇവിടെ നിന്ന് ഈ ഇടവകയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയും ഇവിടെ ഞങ്ങളെ വെൽക്കം ചെയ്യുകയും എല്ലാം ചെയ്യുന്ന അച്ഛൻ ജെയിംസ് മുളയ്ക്കാവുള്ള അച്ഛൻ ഇവിടെയുണ്ട്. അച്ഛന് ഇവിടെ ആദ്യ വർഷങ്ങളിൽ സിസ്റ്റേഴ്സിനോട് കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അച്ഛന് പ്രത്യേകം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഡിസ്ട്രിക്ട് വികാരി അച്ഛനുണ്ട്, വർഗീസ് കൊലമുടി അച്ഛനുണ്ട്. അതുപോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബത്തേരി രൂപതയിലെ എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഇപ്പോഴത്തെ വികാരി അച്ഛൻ ഫാദർ വിൻസെന്റ് പുതുശ്ശേരി അച്ഛൻ, ഞാൻ ഇപ്പോൾ 2 വർഷത്തോളം ആകുന്നു ഇവിടെ കടന്നു വന്നു പോകുന്നു. അപ്പോഴെല്ലാം വളരെ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും അതിൻ്റെയൊക്കെ ഒരു ജൂബിലി ആഘോഷമൊക്കെ നടന്നു. എല്ലാ കാര്യത്തിലും അച്ഛൻ നല്ല തീക്ഷ്ണതയോടെ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും ആലോചിച്ച എല്ലാ കാര്യങ്ങളും ഇതിനും പിതാവിനോടും ഈ കാര്യങ്ങളുടെ ബ്ലസ്സിങ്ങിന്റെ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്ത് ഇന്നലെയും ഇന്നും എല്ലാം വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം രാവിലെ വന്നതാണ്, തിരിച്ചു പോയിട്ടില്ല. അങ്ങനെ അച്ഛൻ എല്ലാ കാര്യത്തിലും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷ ആത്മീയ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട വിൻസെന്റ് അച്ഛന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ മറ്റ് വൈദികരെ ഇവിടെ പേരിസ്റ്റ് ഫാദേഴ്സ് ഉണ്ട്, സീമ അച്ഛന്മാരുണ്ട്, ബദനി അച്ഛന്മാർ ഇപ്പോൾ വന്നിട്ടുണ്ട്, ക്ലൈനീഷ്യൻ ഫാദേഴ്സ് ഉണ്ട്. ഇവിടെ എല്ലാം എപ്പോഴും ഏതാവശ്യത്തിനും കടന്നു വരുന്ന സഹോദരങ്ങളാണ്. എപ്പോൾ വിളിച്ചാലും ഏതാണ് വിശുദ്ധ കുർബാന അർപ്പിക്കണമെങ്കിലും എല്ലാത്തിനും കടന്നു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാര് ബ്രദേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഏറ്റവും പ്രത്യേകമായി ഇവർക്കുണ്ട ഒരാളാണ് ഞങ്ങളുടെ ബത്തേരി പ്രോവിൻസിലെ മദർ ലിൻഡ. സത്യത്തിൽ പറഞ്ഞാല് ഈ മഠത്തിന് കല്ലിട്ടത് പോലും മദർ ലിൻഡയും മിസ്റ്റർ ഫ്രാൻസിയുടെ കൂടെയാണ്. മാർത്താണ്ഡം പ്രോവിൻസിൽ നിന്ന് ഇത്ര ദൂരം ഓടി ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. എന്ത് കാര്യത്തിനാണെങ്കിലും മദറിനെ വിളിക്കും, മദറെ ഒന്ന് നോക്കണേന്ന് പറഞ്ഞാൽ ഓടി വന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത് മദർ ലിൻഡയും അവരുടെ കൗൺസിലേഴ്സും സിസ്റ്റർ ഫ്രാൻസി വരെ എല്ലാവരുമാണ്. കല്ലിടി വിട്ട അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ കാര്യത്തിലും ഇടപെടുകയും ഇന്നലെ ഇവിടെയും ഞങ്ങൾ കേട്ട സിസ്റ്റേഴ്സിനെ ഇവിടെ സഹായിക്കാൻ വിടുകയും ഒക്കെ ചെയ്ത മദർ ലിൻഡയ്ക്കും സിസ്റ്റേഴ്സ് ഓരോരുത്തർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിച്ചു കൊടുക്കണം. ഈ ഡിസ്ട്രിക്റ്റിലെ എല്ലാ വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിലാമ്മ മദർ അനില ക്രിസ്റ്റി മദറാണ് ഇവിടെ വന്ന് ഈ ഒരു പ്രതിസന്ധി കഷ്ടങ്ങളിലൊക്കെ ഇവിടെ വന്ന് ധൈര്യത്തോടുകൂടി പിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ ഭവനം ആരംഭിച്ചത്. അതായത് പഴയ കല്ലിടാനൊക്കെ ആരംഭിച്ചു, ഈ സ്ഥലം വാങ്ങിച്ചു. ഈ സ്ഥലം തന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, റോബർട്ട്, മിസ്റ്റർ റോബർട്ട്. അങ്ങനെ ഈ ഒരു നല്ല സ്ഥലം വാങ്ങിക്കുവാനും
ഈ ഇത്രയും പള്ളിയുടെ അടുത്ത് ഇത്രയും റോഡ് സൈഡിൽ ഇതുപോലെ ഒരു കോൺവെന്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല. അത്രയും മനോഹരമായ ഈ സ്ഥലം കണ്ടുപിടിക്കുകയും അതിൻ്റെ പിന്നിൽ ഒത്തിരി പ്രാർത്ഥിക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട മദർ അനില ക്രിസ്റ്റി ഇന്ന് ഇവിടെ വരാൻ വളരെ ത്യാഗം സഹിച്ചാണ് വന്നിരിക്കുന്നത്. എങ്കിലും വന്ന് ഈ സന്തോഷത്തിൽ പങ്കെടുക്കുകയും ഞങ്ങളോടൊപ്പം നയിക്കുകയും ചെയ്യുന്ന മദറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. അതുപോലെ എല്ലാ സിസ്റ്റേഴ്സും കോൺഗ്രിഗേഷൻസ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സിസ്റ്റേഴ്സ്, ബദനി സിസ്റ്റേഴ്സ്, കോൺഷ്യൽ ഹൗസിൽ നിന്നും ബദനി സിസ്റ്റേഴ്സ് ഉണ്ട്, ഉപ്പട്ടി, അയ്യൻകൊല്ലി സിസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ആരെങ്കിലും പെട്ടിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ മക്കള്, നമുക്ക് 2 ദേവാലയങ്ങളിലാണ് നമ്മൾ ശുശ്രൂഷ ചെയ്തത്. പാട്ടവയൽ ദേവാലയം, ദേവർശോല ദേവാലയം. പാട്ടവയലിലുള്ള എല്ലാ മക്കളും തന്നെ ഇവിടെയുണ്ട്. ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, ഏതൊരു ആവശ്യത്തിനും എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുന്നവരാണ് അവര്. പാട്ടവയലിലെ എല്ലാ അംഗങ്ങൾക്കും, ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും എല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ദേവർശോല മക്കൾ ഞങ്ങളുടെ തമിഴ് സ്പീക്കിംഗ് മക്കളാണ്. 50 സഹോദര സഹോദരങ്ങളെ, உங்களுடைய பாசத்திற்கும் அன்பிற்கும் நீங்கள் இன்னைக்கு எங்களோடொപ്പം வருகை தந்து இந்த மகிழ்ச்சியில் பங்கு கொள்வதற்கும் உங்கள் அனைவருக்கும் எங்கள் அனைவர் சார்பிலும் മനമാർന്ന നന്ദിയെ தெரிவித்துக் கொள்கிறேன். ഏറ്റവും പ്രധാനപ്പെട്ട ആള് നിൽക്കുകയാണ് നമ്മുടെ ജെയിംസ് മേനേക്കാട്ടിൽ. മിസ്റ്റർ ജെയിംസ് മേനേക്കാട്ടിൽ വളരെ ത്യാഗത്തോടെയാണ് ഈ ജോലി ഏറ്റെടുത്തത്. ഇവിടെ ആര് പണിയും എങ്ങനെ പണിയും എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടന്നപ്പോൾ പല റിസ്ക് എടുക്കാൻ ആർക്കും തയ്യാറില്ലായിരുന്നു. കാരണം കളക്ടറിന്റെ പെർമിഷൻ വേണം, ഇത് സ്റ്റേ കിട്ടി, പല കാര്യങ്ങളും ഇതിലൂടെ ഇടയിലൂടെ കടന്നുപോയി. അപ്പോൾ കളക്ടറിന്റെ പെർമിഷൻ വാങ്ങുകയും ഇതെല്ലാം മാറ്റിയെടുത്ത് വളരെ ത്യാഗത്തോടെ സഹനത്തോടെ ഈ ഭവനം ഇത്ര മനോഹരമായി പണിയുവാനായിട്ട് വളരെ നാളുകളെടുത്തു. 6 മാസത്തോളം സ്റ്റേയിൽ കിടന്നു. അതിനുശേഷമാണ് പെർമിഷൻ കിട്ടിയത്. കളക്ടറിന്റെ പെർമിഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ആരംഭിച്ചത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ത്യാഗത്തോടെ ഈ പണി പൂർത്തിയാക്കി ഇന്ന് വളരെ മനോഹരമായ ഒരു ഭവനമായി ഈ കർത്താവിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുമെങ്കിൽ അതിന്റെ പിന്നിൽ രാപകൽ അധ്വാനിച്ച മിസ്റ്റർ ജെയിംസിനും സഹപ്രവർത്തകർക്കും ഫാമിലിയിലെ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും കരവഴി ഒഴുപ്പി. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സുപ്പീരിയർ സിസ്റ്റർ ദീന തെരേസ് അതുപോലെ പ്രാർത്ഥനയിലും ത്യാഗത്തിലും കണ്ണീരിലുമാണ് ഈ ഭവനം പണിതുയർന്നിരിക്കുന്നത്. സെലീന തെരേസിനും സിസ്റ്റർ ലിസാമേനിക്കും സിസ്റ്റർ ദീപ്തിക്കും ഞങ്ങളുടെ എല്ലാ സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുകയാണ്. ഇനിയും ഇവിടെ ഈ ഭവനത്തിൽ ജോലി ചെയ്ത എല്ലാ മക്കളുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് രാത്രിയും പകലും ചെയ്തു. അതുപോലെ ഞങ്ങളുടെ ക്രമീകരിച്ച കാര്യങ്ങൾ എല്ലാ ലൈറ്റേഴ്സ് ഉണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീട്ടും പുരുഷ ഭവനത്തിൽ നിന്ന് സിസ്റ്റേഴ്സ് എല്ലാം വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ബത്തേരി പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും തുടർന്നും പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകള് ഈ ഏരിയയില് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ ഇവിടെ ജോലി ചെയ്ത മക്കൾക്ക് ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇവിടെ എഞ്ചിനീയറിലും എല്ലാമായിട്ട് പ്രവർത്തിച്ച മിസ്റ്റർ ജെയിംസ് കടന്നു വരണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവ് ആ ഗിഫ്റ്റ് നൽകുന്നത്
ബാക്കി ജെയിംസിന്റെ സഹപ്രവർത്തകർ എല്ലാവരും ഒന്ന് കടന്നു വരുന്നത് നല്ലതാണ്. നൗഷാദ് നൗഷാദ് എല്ലാവർക്കും ദൂരത്തിൽ വന്നു. ഓക്കെ. താങ്ക് യു. ചാർലസ്, മിസ്റ്റർ ചാർലസ്. മിസ്റ്റർ തമ്പി. തമ്പി ജിനു. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇവിടെ അടുത്ത ഇടവകയിലെ ഒരു ജോയിന്റ് ഡ്യൂട്ടി അച്ഛനും മാനന്തവാടി രൂപതയിൽ നിന്ന അച്ഛന്മാരും ഉണ്ട്. അവർക്കും ഏറ്റവും സ്നേഹത്തോടെ അച്ഛന്മാർക്ക് സ്നേഹത്തോടെ നന്ദി പറഞ്ഞു. നമ്മുടെ ഈ ഭവനത്തിന് ചുറ്റുമുള്ള സഹോദരങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും അതുപോലെ ഈ സ്ഥലം തന്ന മിസ്റ്റർ റോബർട്ട് അവർ ഇവിടെയുണ്ട്. അവർക്കും എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു.
ദീപമായെന്നും ക്രിസ്തു നിന്റെ ജീവിതത്തെ മാറ്റിയിടുന്നു. ധന്യമാണീ ജീവിതം, ഈ സന്യാസമെന്നത്. നന്മ മാത്രം ചെയ്തിടാൻ, നന്മയെ പകർന്നിടാൻ